ഈ വർഷത്തെ അതായത് 2025 നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഇനി കൊടുക്കാവുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ വീഡിയോ. ഇതിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഇനി അപേക്ഷിക്കാൻ ബാക്കിയുള്ളതിനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പൊ 2025 റാങ്ക് ബേസ്ഡ് അലോട്ട്മെന്റുകളാണ്. അപ്പൊ അതിൽ ഓൾ ഇന്ത്യയിൽ MBBS, BDS, BSc നഴ്സിംഗിന്റെ സ്ട്രേ വേക്കൻസി, ഇതെല്ലാം ഞാൻ പറയുന്നത് ഇനി വരുന്നതൊക്കെ സ്ട്രേ വേക്കൻസികളാണ്. റൗണ്ടുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഈ സ്ട്രേ റൗണ്ടുകൾ അഥവാ മോപ്പപ്പ് റൗണ്ടുകളാണ് വരുന്നത്. അപ്പൊ അതിൽ MBBS, BDS, BSc നഴ്സിംഗിന്റെ തേർഡ് റൗണ്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ജോയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസി ആണുള്ളത്. അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ നവംബർ 4-ാം തീയതി തുടങ്ങി നവംബർ 9-ാം തീയതി വരെയാണ്. എന്നാൽ ചോയ്സ് ഫില്ലിങ് 5-ാം തീയതി തുടങ്ങി 9-ാം തീയതി വരെയാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഇതുവരെ സീറ്റ് ഒന്നും കയ്യിലില്ല എങ്കിൽ ഈ ഡേറ്റിൽ നേരെ ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പൊ നിലവിൽ MBBS-നോ BDS-നോ BSc നഴ്സിംഗിനോ ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടാത്ത കുട്ടിക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ, ഇതുവരെ ഒരു റൗണ്ടിലും പങ്കെടുക്കാത്ത കുട്ടിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതുവരെ ഒരു സീറ്റ് കിട്ടാത്തവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സീറ്റ് മുമ്പ് കിട്ടിയിട്ട് റിസൈൻ ചെയ്ത കുട്ടിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഇവർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിലവിൽ കയ്യിൽ ഒരു സീറ്റ് സ്റ്റേറ്റിലോ ഓൾ ഇന്ത്യയിലോ MBBS, BDS ഉണ്ടാവരുതെന്ന് മാത്രം. ഓക്കെ, ഇനി അലോട്ടഡ് കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ്, അതായത് ഓൾറെഡി ഏതെങ്കിലും റൗണ്ടിൽ കിട്ടിയ കുട്ടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് നിങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയാൽ എക്സിറ്റ് ഇല്ല. അതായത് സീറ്റ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തേ മതിയാവും. നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റോ ഒന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളത് ഈ സ്ട്രേ വേക്കൻസിയിൽ വെക്കാവൂ, MBBS, BDS, BSc നഴ്സിംഗ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയറും ഒക്കെ ഓൾറെഡി നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. ഇതാണ് MBBS, BDS, BSc നഴ്സിംഗിന്റെ സ്ട്രേ വേക്കൻസി. ഇതേപോലെ AACCC എന്ന് പറയുന്ന സൈറ്റ് വഴിയുള്ള ആയുഷിന്റെ കൗൺസിലിംഗ്. ആയുഷിന്റെ സ്ട്രേ വേക്കൻസി നവംബർ 3-ാം തീയതി തുടങ്ങി നവംബർ 5-ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ആയുഷില് 2 സ്ട്രേ വേക്കൻസി ഉണ്ട്. സ്ട്രേ വേക്കൻസി റൗണ്ട് 1 ഉണ്ട്. സ്ട്രേ വേക്കൻസി SVR1, SVR2. സ്ട്രേ വേക്കൻസി റൗണ്ട് 1-ഉം 2-ഉം. അതിൽ 1-ൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഉണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ 2-ൽ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ഇല്ല. 1-ൽ നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ 1-ൽ രജിസ്റ്റർ ചെയ്ത കുട്ടിയെ 1-ലും 2-ലും പരിഗണിക്കൂ. 1-ൽ കൊടുത്ത ചോയ്സ് 2-ലും പരിഗണിക്കൂ. 1 കഴിഞ്ഞാൽ ഫ്രഷ് ഓപ്ഷനോ ഫ്രഷ് രജിസ്ട്രേഷനോ സമ്മതിക്കില്ല. അവിടെയും ഈ പറഞ്ഞ പോലെയാണ്, വൺസ് സീറ്റ് കിട്ടിയാൽ പിന്നെ എക്സിറ്റ് ഇല്ല. ഇവിടെയും ആർക്കാണ് ഓൾ ഇന്ത്യയിൽ ഇതിനു മുമ്പ് റൗണ്ട് 1-ലോ റൗണ്ട് 2-ലോ റൗണ്ട് 3-ലോ സീറ്റ് കിട്ടിയ കുട്ടിക്ക് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ നിലവിൽ സീറ്റ് കയ്യിലില്ലാത്തവർക്ക് ഇതും പറ്റും. പിന്നെയുള്ളത് ഓൾ ഇന്ത്യയുടെ വെറ്റിനറി കൗൺസിലിംഗ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ഇട്ടിരുന്നു. അതിന്റെ സ്ട്രേ വേക്കൻസി അവിടെ 2 റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ 3-ാമത്തേത് സ്ട്രേ വേക്കൻസിയാണ്. ഒക്ടോബർ 31 തുടങ്ങി നവംബർ 3 വരെയാണ് ഇതിന് സമയം ഉണ്ടാവുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നോ ഫ്രഷ് രജിസ്ട്രേഷൻ. റൗണ്ട് 1-ലോ റൗണ്ട് 2-ലോ രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. സ്ട്രേ വേക്കൻസിക്കായിട്ട് ഒരു രജിസ്ട്രേഷൻ ഇല്ല. റൗണ്ട് 1-ലോ 2-ലോ രജിസ്റ്റർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ, ഞാൻ ഈ വെറ്റിനറിയുടെ ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് നമ്മളൊരു ടോക്കൺ ഫീ ഒക്കെ അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ടോക്കൺ ഫീ ഒക്കെ അടച്ചു വേണം അതിൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ. ഫ്രഷ് രജിസ്ട്രേഷൻ ഇല്ല. രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് ടോക്കൺ ഫീ അടയ്ക്കാം. ഇവിടെ രജിസ്റ്റേർഡ് കുട്ടികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുക. അത് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ രജിസ്ട്രേഷൻ ഇല്ല. നേരെ തിരിച്ച് MBBS-നോ BDS-നോ BSc നഴ്സിംഗിനോ ഓൾ ഇന്ത്യ MCC റൗണ്ടിലോ ആയുഷിനോ നിങ്ങൾക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യാം. വെറ്റിനറിക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഇനി രജിസ്ട്രേഷൻ ഇല്ല. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റേറ്റിലേക്ക് വന്നാൽ MBBS, BDS, BSc നഴ്സിംഗ് BSc നഴ്സിംഗ് ഇല്ല. MBBS, BDS BSc നഴ്സിംഗ് LBS വഴിയാണ്. MBBS-ന്റെയും BDS-ന്റെയും സ്ട്രേ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് നവംബർ 11 തുടങ്ങി നവംബർ 14 വരെയാണ്. അതിന്റെ റൗണ്ട് 3-യുടെ റിസൾട്ട് വന്നിട്ടില്ല. റൗണ്ട് 3-യുടെ റിസൾട്ട് വരാനുണ്ട്. അതിന് ജോയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടിയ ഒരു കുട്ടിയെ ഇതിൽ പങ്കെടുപ്പിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ആയുഷിന്റേതിന്റെയും ഡേറ്റ് വന്നിട്ടില്ല. ഓൾ ഇന്ത്യയുടെ ആയുഷിൽ കിട്ടിയ കുട്ടിയെ സ്റ്റേറ്റിൽ പങ്കെടുപ്പിക്കില്ല. അതേപോലെ അപ്പൊ ആയുഷിന്റെ ശ്രദ്ധിക്കുക. വെറ്റിനറി ഒക്കെ ഈ ആയുഷിൽ തന്നെ വരും. അതായത് അലൈഡ് കോഴ്സിന്റെ കൂടെ വെറ്റിനറി വരും. സിദ്ധ, ഹോമിയോ, യുനാനി, അതുപോലെ അഗ്രി, ഫോറസ്ട്രി, ഫിഷറീസ് ഒക്കെ ഈ ആയുഷിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഒറ്റ കൗൺസിലിംഗ് ആയിട്ടാണ് നടക്കുക. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അടുത്ത പ്രൊസീജിയർ എന്താണെന്ന്, ഇതിന്റെ റൗണ്ട് 3 റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്ത് തരാം. ഇപ്പൊ റൗണ്ട് 3-യുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് എന്ന് മാത്രം. ഇനി അതേപോലെ നീറ്റിന്റേതായിരുന്നു. നീറ്റിന്റെ റാങ്ക് അനുസരിച്ച് ജിമ്മറിലെ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സും ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിന്റെ പ്രൊസീജിയർ 27-ാം തീയതി തുടങ്ങിയിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടക്കുന്നതാണ്. അപ്പൊ 27-ാം തീയതി തുടങ്ങിയിട്ട്, അപ്പൊ അതിലും ഈ പറഞ്ഞ നീറ്റ് റാങ്ക് ബേസ്ഡ് ആണ്.
അപ്പോൾ നീറ്റ് റാങ്ക് അല്ലെങ്കിൽ നീറ്റിൽ ക്വാളിഫൈ ചെയ്തൊരു കുട്ടിക്ക് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കോഴ്സുകൾ, അതായത് ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യയിൽ ഇത്രയും സ്ട്രേ വേക്കൻസി ഉണ്ട്, സ്റ്റേറ്റിന്റെ ഒന്നിന്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, സ്ട്രേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ കേസ് ഒന്നും വന്നില്ല. ഓൾ ഇന്ത്യയുടെ ഡീറ്റെയിൽ, അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ഓൾ ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ആയുഷിന്റേതായിക്കോട്ടെ, വെറ്റിനറി ആയിക്കോട്ടെ, സ്റ്റേറ്റിന്റേതായിക്കോട്ടെ, ജിമ്മർ ആയിക്കോട്ടെ, ഇതിനെല്ലാം സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ ജസ്റ്റ് ജിമ്മർത് കൊടുത്താൽ തന്നെ ചാനലിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അതിൽ ഏതാണോ നിങ്ങൾക്ക് ബാധകമായിരിക്കുന്നത് അത് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഇത് നമ്മൾ ഒരുപാട് ലെങ്തി ആക്കാത്തത് ഇതെല്ലാം കൂടെ ഒറ്റ സ്ക്രീനിൽ പറയാൻ വേണ്ടിയാണ്. ഞാൻ ഇതിൽ ഓരോന്ന് ഡീറ്റെയിൽ പറയുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഏതിനൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഏതിനൊക്കെ പറ്റില്ല, ഏതിനൊക്കെ ഡേറ്റ് വന്നു, ഇതിനൊക്കെ ഡേറ്റ് വന്നിട്ടില്ല എന്നത് മാത്രമാണ് ഓർമ്മിപ്പിച്ചത്. ഇനി ബാക്കി അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.